താങ്കളൊക്കെ പറഞ്ഞോണ്ടൊക്കെ എന്തുവാണ് ഈ പാർട്ടിക്കെതിരല്ലേ? താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ അല്ലേ? എന്താ രാമേന്ദ്ര പ്രശ്നം അല്ലേ? ആ വെളിയിൽ പോയി, അതാ പറഞ്ഞേ, എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. എടാദാസ് ആരാടാ ഇവൻ? വാലിത്തിരി കൂടുതലാണ്. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തരം പറഞ്ഞാൽ നിന്റെ ചങ്കിളി ഞാൻ പുറത്തു വരും പോട്ടി. ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുവല്ലോ. പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി. ഇയാളുടെ തലയ്ക്ക് ഭ്രാന്ത. വെള്ളം അടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറയുവാ. ഇല്ലെന്ന് പറയണ്ട, പാർട്ടിയിൽ നിന്ന് നേടി. സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഈ 4 ആൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട. അവന്റെ ഒരു ആളാവക്കം. ഞങ്ങള് ഈ ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്? സാറേന്നാ വിളിപ്പിച്ചിരുന്നത്. വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അതൊക്കെയായിരുന്നു. ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന പാർട്ടി അംഗീകരിക്കും. അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ പാർട്ടി എല്ലാവർക്കും അംഗീകരിച്ചല്ലേ പറഞ്ഞു വരുന്നത്? അതെ. ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. 29,000 പരാതികളുണ്ട്. കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത്. ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. അവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വരാ. അത് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നേരിട്ട് മാറ്റാ വന്നത്. അതാണ് കണ്ട, അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചാണ് തോറ്റുപോയെന്ന്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എല്ലാ തവണയും ജയിച്ചല്ലേ MLA മന്ത്രിയായത്? അതല്ല, എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത്. അതാണ് കറക്റ്റ്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ പ്രസ്ഥാനം തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ഒന്നരക്ക് വന്നത്. ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു. അത്രേ ഉള്ളൂ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.